ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കട്ടച്ചാൽ കുഴി ചിക്കൻ പുരട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വളരെ കുറച്ച് സാധനങ്ങളും മാത്രം മതി. ഇതിൽ പ്രധാനമായും അവർ ചേർക്കുന്നത് നമ്മൾ സ്വന്തമായി തന്നെ തേങ്ങ ആട്ടാൻ കൊടുത്ത് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്, കടയിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയല്ല. ഇപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് വീട്ടിലെ തേങ്ങ ആട്ടിയെടുത്ത എണ്ണ തന്നെയാണ്. ഏകദേശം 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചെറുതായി ഒന്ന് ചതച്ചതാണ്, മുഴുവനോടെ അല്ല. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ചെറിയ ഉള്ളി ഇതൊന്നും തന്നെ ഈ റെസിപ്പിയിൽ അവർ ചേർക്കാറില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്തില്ലെങ്കിൽ എന്തോ പോലെയാണല്ലോ. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് പുതിനയിലയും 1 പിടി കറിവേപ്പിലയും ചേർക്കും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിൽ ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1.5 കിലോ ചിക്കന് വേണ്ടിയാണ് ഞാൻ ഇത്രയും മസാലകൾ ചേർത്തിരിക്കുന്നത്. ചിക്കൻ്റെ അളവനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനും അതിനാവശ്യമായ ഉപ്പും ചേർക്കാം. ഇതിനു വേണ്ടി ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നല്ലതുപോലെ യോജിപ്പിക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് വെന്ത് കിട്ടും. അത്യാവശ്യം എണ്ണ ചേർത്തിരിക്കണം. 3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഊറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. എല്ലാ സ്പൈസസും ചേർത്ത് ചിക്കനിൽ നമ്മൾ ചേർക്കുന്ന ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. സ്പെഷ്യൽ മസാലക്കൂട്ടെന്ന് പറഞ്ഞ് അവരുടേതായ ഒരു മസാലക്കൂട്ട് അവർ ഇതിൽ അവസാനം ചേർക്കുന്നുണ്ട്. അവരുടെ സീക്രട്ട് മസാല എന്താണെന്ന് അവർ പറയില്ല. അതിനു പകരമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടി ഇതിൽ ചേർത്തത്. പക്ഷേ ടേസ്റ്റിൽ ഒരു വ്യത്യാസവുമില്ല. ഞാനിത് ഈ കട്ടച്ചിക്കുഴി ചിക്കൻ ലുലുവിൽ നിന്നും വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. സാധാരണ എപ്പോഴും നമ്മൾ ഇത് ഉള്ളി, സവാള ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചി. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി മസാല നല്ലതുപോലെ ചിക്കനിൽ പിടിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് പുതിനയിലയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. സവാളയ്ക്കൊക്കെ വില കൂടിയിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. ടേസ്റ്റിൽ ഒരു കുറവും തന്നെ ഇല്ല. തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തിരുവനന്തപുരം ബാലരാമപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കട്ടച്ചാൽ കുഴി. ഈ ചിക്കൻ റെസിപ്പി ആ സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം പലരും അവിടെ പോയി കഴിക്കാറുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.